നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് മെയിൻ ഒരു പോർഷനാണ്. അതായത് ഹസി ഡയഗ്രം പഠിച്ചായിരുന്നു. ഹസി ഡയഗ്രത്തിനകത്ത് ഞാൻ അപ്പർ ബൗണ്ടിനെ പറ്റിയും ലോവർ ബൗണ്ടിനെയും പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല അപ്പർ ബൗണ്ട് എന്താണെന്നും ലോവർ ബൗണ്ട് എന്താണെന്നും. അത് ഈ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഒക്കെ പഠിക്കുന്നത് നെക്സ്റ്റ് ഒരു പോർഷനുണ്ട്, ലാറ്റിസ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. ആ പോർഷൻ പഠിക്കണമെങ്കിൽ നമുക്ക് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും അതിനകത്തെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആൻഡ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഇത്രയും ഒരു കൺസെപ്റ്റ്സ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഇത് പക്ഷേ എക്സാമിന് ഇൻഡിപെൻഡൻ്റായി ചോദിക്കത്തില്ല, പക്ഷേ ലാറ്റിസ് പഠിക്കാൻ വേണ്ടി ഇത് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് അത് നോക്കാം, എന്താണ് അപ്പർ ബൗണ്ട്, എന്താണ് ലോവർ ബൗണ്ട് എന്ന്. ഓൾറെഡി നമ്മൾ എന്ത് വരച്ചായിരുന്നു, ഹസി ഡയഗ്രം വരച്ചായിരുന്നു. ഇന്ന് കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഹസി ഡയഗ്രത്തിൽ വരയ്ക്കാൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പം ഫസ്റ്റ് നമ്മൾ ലോവർ ബൗണ്ട് ആൻഡ് അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ പഠിക്കാം. അതിനുശേഷം അതിനകത്ത് GLB ആൻഡ് LUB, അല്ല ഗ്രേറ്റസ്റ്റ് ആൻഡ് ലോവസ്റ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് കണ്ടുപിടിക്കാം. സോ ഇതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റൻ ആണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഇപ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ഡയഗ്രമാണിത്. ഇപ്പം നമ്മളിത് ചിലപ്പോൾ ഒരു ഹസി ഡയഗ്രം വരച്ചിട്ടായിരിക്കും കിട്ടുന്നത്. ഡയറക്റ്റായിട്ട് ഇങ്ങനെ തരത്തില്ല. ഒരു ഹസി ഡയഗ്രം വരച്ചിട്ട് അതിൻ്റെ അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നത്. അപ്പോൾ ഒരു ഹസി ഡയഗ്രമാണിത്. ഇതൊരു ഏതോ ഒരെണ്ണത്തിൻ്റെ 1 2 3 4 5 6 അതിൻ്റെ ഹസി ഡയഗ്രമാണ് വരച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കണം. സോ ഈ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും കണ്ടുപിടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇപ്പം ഈ 3 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. 1 to 3 ഈസ് കണക്റ്റഡ്, 2 to 3 ഈസ് കണക്റ്റഡ്. 1ൽ നിന്ന് 3ലോട്ടൊരു കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ 2ൽ നിന്ന് 3ലോട്ടൊരു കണക്ഷൻ ഉണ്ട്. ഇത് രണ്ട് ശ്രദ്ധിച്ചറിയാം. എങ്ങനെ കണക്ഷൻ, മുകളിലോട്ട കണക്ഷൻ. പക്ഷെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കണക്ഷൻസ് അല്ലെങ്കിൽ റിലേഷൻസിനകത്ത് നോക്കുമ്പോൾ അത് നമ്മൾ കണക്റ്റഡ് ആണോ എന്ന് നോക്കുമ്പം എങ്ങോട്ട് നോക്കണം, താഴെ നിന്ന് മുകളിലോട്ടുള്ള കണക്ഷൻസ് മാത്രമേ നോക്കാവൂ. ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ നോക്കരുത്. അതൊരിക്കലും പോസിബിൾ അല്ല. അങ്ങനെയാണ് ഒരു രണ്ട് എലമെൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് തമ്മിൽ കണക്ഷൻ ഇല്ല. കാരണം ഞാൻ ഹസി ഡയഗ്രം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ഹസി ഡയഗ്രം എങ്ങനെയായിരുന്നു വരയ്ക്കുന്നത്, നമ്മൾ താഴേന്ന് മുകളിലോട്ട് ഹസി ഡയഗ്രം വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ്, ഹസി ഡയഗ്രത്തിൽ എപ്പോഴും റിലേഷൻ നോക്കുമ്പോൾ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ റിലേഷൻ നോക്കുമ്പം താഴേന്ന് മുകളിലോട്ട് വേണം നോക്കാൻ, അല്ലാതെ റിലേഷൻ കിട്ടത്തില്ല. അപ്പം നമുക്ക് നോക്കാം, അത് മനസ്സിൽ വെക്കുക. പിന്നെ ഓക്കെ, അത് പറഞ്ഞിട്ട് ബാക്കി പറയാം. അപ്പം ഫസ്റ്റ് ഇവിടെ നമ്മൾ ഈ ഇത്രയും എലമെൻറ്റ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു രണ്ട് എലമെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, 3യും 4ഉം. 3യും 4ഉം രണ്ട് എലമെൻറ്റ്, അതായത് ഈ രണ്ട് എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പം 3യും 4ൻ്റെയും എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, അപ്പർ ബൗണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ, 3ൻ്റെയും 4ൻ്റെയും മുകളിലോട്ട് വരുന്ന എലമെൻറ്റ്സ് ആണ് അപ്പർ ബൗണ്ട്. ഈ മുകളിലോട്ട് വരുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 3ൻ്റെയും 4ൻ്റെയും മുകളിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 5 ഉണ്ട്, 6 ഉണ്ട്. പിന്നെ ഇങ്ങനെ എന്തിൻ്റെയെങ്കിലും അപ്പർ ബൗണ്ട് നോക്കുമ്പോൾ ആ ഒരു എലമെൻറ്റ്സിനെ നോക്കണം, 3നെയും 4നെയും കൂടെ നോക്കണം. ഓക്കെ, അന്നേരം എങ്ങനെ വരുമോ നോക്കാം. ഇപ്പം നോക്കിയാൽ 3 4 5 6ൽ 5, ആദ്യം 5നെ നോക്കാം. 5 ഈ 3 4ൻ്റെ അപ്പർ ബൗണ്ടാണോ നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്താ, ഈ 5ഉമായിട്ട് ഈ രണ്ട് എലമെൻറ്റ്സിനും എന്തുണ്ടായിരിക്കണം, കണക്ഷൻ ഉണ്ടായിരിക്കണം. ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞത് ആ കണക്ഷൻ എങ്ങനെ ആയിരിക്കണം, താഴേന്ന് മുകളിലോട്ടായിരിക്കണം ആ കണക്ഷൻ. അപ്പം നോക്കിയേ, 5ൽ എങ്ങനെയാണ് കണക്ഷൻ വന്നേക്കുന്നത്, 3യിൽ നിന്ന് 5ലേക്ക് എങ്ങനെയാണ് കണക്ഷൻ വന്നേക്കുന്നത്, ഇങ്ങനെയാണ് മുകളിലോട്ട് കണക്ഷൻ വന്നേക്കുന്നത്. ഓക്കെ, അതേപോലെ ആർക്കും കണക്ഷൻ ഉണ്ടായിരിക്കണം, 4ൻ്റെ കണക്ഷൻ ഉണ്ടായിരിക്കണം, ഉണ്ട്, മുകളിലോട്ട് കണക്ഷൻ വന്നേക്കുന്നത്. അപ്പം 5ലോട്ട് 3യിൽ നിന്നും 4ൽ നിന്നും കണക്ഷൻ ഉണ്ട്. അത് 3ൻ്റെയും 4ൻ്റെയും മുകളിലാണ്. അപ്പോൾ എന്താണ്, അപ്പർ ബൗണ്ടിൽ ആര് വരും, 100% ആര് വരും, 5 വരും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്ത ആരാണ്, 6. നോക്കിയേ, 3യിൽ നിന്ന് 6ലോട്ട് മുകളിലോട്ടൊരു കണക്ഷൻ ഉണ്ട്, 4ൽ നിന്നും 6ലോട്ട് മുകളിലോട്ടൊരു കണക്ഷൻ ഉണ്ട്. സോ 3 4 6ഉമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അതും ഡയറക്റ്റായിട്ട് മുകളിലോട്ടാണ് കണക്ഷൻ. രണ്ടിൽ നിന്ന് കണക്ഷൻ വന്നതുകൊണ്ട് അതിൻ്റെ അപ്പർ ബൗണ്ടിൽ ആരും വരും, 6ഉം വരും. ഇനി നോക്കുക, ഇനിയിപ്പോൾ ആരെങ്കിലും അപ്പർ ബൗണ്ടിലുണ്ടോ, ഇല്ല. ഇനി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 3നെയും 4നെയും. 3ലും 4ലും അന്നേരം അത് കൺസിഡർ ചെയ്യണമെങ്കിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, 3യും 4ഉം തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ എല്ലാ എലമെൻറ്റ്സും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, 3 to 4 ഇതേണ്ടേ
3 to 4 കണക്റ്റഡ് ആണ്. അതേപോലെ ഹസി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? സെൽഫ് ലൂപ്പ്. അതായത് 3യോട് തന്നെ ഒരു കണക്ഷനുണ്ട്, 4നോട് തന്നെ ഒരു കണക്ഷനുണ്ട്. സോ അത് നോക്കണ്ട. 3നോടും 4നോടും ഒരു കണക്ഷനുണ്ട്. അതുപോലെ തന്നെ എന്താണ് 3-4ലോട്ടും കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ 3 to 4 ആരാണ് അപ്പർ ബൗണ്ട് നിൽക്കുന്നത്? മോളിൽ നിൽക്കുന്ന ആരാണ്? 4 ആണ്. സോ ആ അപ്പർ ബൗണ്ടിൽ ആരും വരും? 4ഉം വരും. സോ അപ്പർ ബൗണ്ട് ഓഫ് 3, 4 ഈസ് 5, 6 and 4. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം 5, 6 അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അപ്പർ ബൗണ്ടിന് ശേഷം നമുക്ക് അടുത്ത് എന്ത് നോക്കാം? അപ്പർ ബൗണ്ടിന് പകരം എന്ത് നോക്കാൻ പറ്റും? ലോവർ ബൗണ്ട് നോക്കാം. ലോവർ ബൗണ്ട് ഓഫ് ബി. ലോവർ ബൗണ്ട് ഓഫ് ബി അന്നേരം എന്തായിരിക്കും? ഈ 3ൻ്റെയും 4ൻ്റെയും താഴോട്ടുള്ളത് നോക്കണം. താഴോട്ട് വരുന്ന ആരാണ്? ഇവിടെ അല്ലേ താഴോട്ട് വരുന്നത്? 1 and 2. സോ 1 and 2 നോക്കാം. അപ്പം നമുക്ക് ആദ്യം നമുക്ക് അറിയേണ്ടത് 3ലോട്ടും 4ലോട്ടും 1 and 2 കണക്റ്റഡ് ആണോ നോക്കണം. ഓക്കെ, മുകളിലോട്ടാണോ താഴോട്ടാണോ കണക്ഷൻ നോക്കിയേ. 1ൽ നിന്ന് 3ലോട്ട് കണക്ഷനുണ്ട്, 2ൽ നിന്ന് 3ലോട്ട് കണക്ഷനുണ്ട്, 1ൽ നിന്ന് 4ലോട്ട് കണക്ഷനുണ്ട്, 2ൽ നിന്നും 4ലോട്ട് കണക്ഷനുണ്ട്. സോ അന്നേരം അത് രണ്ടും എങ്ങോട്ട് കണക്റ്റഡ് ആണ്? 3ലോട്ടും 4ലോട്ടും കണക്റ്റഡ് ആണ്. സോ ലോവർ ബൗണ്ടിൽ ആര് വരും? 1ഉം വരും, 2ഉം വരും. അതേപോലെ ഇനി അടുത്ത് ആരെ നോക്കണം? 3നെയും 4നെയും നോക്കണം. 3ഉം 4ഉം തമ്മിൽ കണക്റ്റഡ് ആണ്. സോ 3ലും 4ലും ലോവർ ബൗണ്ട് താഴെ ആരാ വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പം അതിനകത്ത് ആരും വരും? 3ഉം വരും. സോ ദിസ് ഈസ് ദ ലോവർ ബൗണ്ട്. ഇങ്ങനെയാണ് അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് സിംപ്ലി കണ്ടുപിടിക്കുന്നത്. ഇനി കുറച്ചുകൂടെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അതിനുശേഷം ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും അതേപോലെ ലോവസ്റ്റ് അപ്പർ ബൗണ്ടും പറഞ്ഞുതരാം. സോ ഇതും എളുപ്പമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് 2 എലമെൻറ്റ്സിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, 4, 5. ഈ ഒരു സബ്സെറ്റിൻ്റെ ലോവർ ബൗണ്ട് കണ്ടുപിടിക്കണം. ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് താഴോട്ട് വരുന്നത്. സോ താഴോട്ട് ആരൊക്കെ വരുന്നുണ്ട്? 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പം ജസ്റ്റ് ഒന്ന് 3നെ കൺസിഡർ ചെയ്തു. ഒരേ ലെവലാണെങ്കിലും 5ന് താഴെയാണ്. സോ നമുക്ക് നോക്കാം 1 ഇതിൻ്റെ ലോവർ ബൗണ്ട് ആണോ നമുക്ക് നോക്കാം. സോ 1 ഇതിൻ്റെ ലോവർ ബൗണ്ട് ആണെന്ന് പറയുമ്പം എന്തുണ്ടായിരിക്കണം? 4ലോട്ടും 5ലോട്ടും എന്തുണ്ടായിരിക്കണം? കണക്ഷൻ ഉണ്ടായിരിക്കണം. നോക്കിയേ, 1ൽ നിന്ന് 4ലോട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അതേപോലെ 1ൽ നിന്ന് ഏത് രീതിയിലും ഇങ്ങനെ വേണമെങ്കിൽ 5ലോട്ടും ഒരു കണക്ഷൻ ഉണ്ട്. രണ്ടും മുകളിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ്? 1 ഈസ് ഇൻക്ലൂഡഡ്. അതായത് താഴെയുമാണ് എന്തുവാ തമ്മിൽ കണക്ഷനും ഉണ്ട്. നെക്സ്റ്റ് എടുക്കുക, 2 എടുക്കുക. 2ൽ നിന്ന് 4ലോട്ട് കണക്ഷനുണ്ട്, 2ൽ നിന്ന് അതേപോലെ 5ലോട്ടും കണക്ഷനുണ്ട്. അപ്പോൾ എന്താണ്? 2ഉം ഇൻക്ലൂഡഡ് ആണ് ലോവർ ബൗണ്ടിൽ. നെക്സ്റ്റ് ഇനിയിപ്പോൾ 3 എന്ന് നോക്കിയേ. 3 to 5 കണക്റ്റഡ് ആണ് അല്ലേ? 3 to 5 കണക്റ്റഡ് ആണ്. പക്ഷേ 3 to ഏതാണ്? 4 കണക്റ്റഡ് ആണോ എന്ന് നോക്കിയേ. ഇങ്ങനല്ലേ 3 to 4 കണക്റ്റഡ് ആയിരിക്കുന്നത്? അല്ലെങ്കിൽ ദേ ഇങ്ങനെയല്ലേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് മുകളിലോട്ട് വന്നിട്ട് താഴോട്ട് വന്നിട്ടാണ് 4ലോട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ അതുപോലെ താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് കണക്ട് ചെയ്തു. സോ അന്നേരം 3 to 4ൽ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? ഒരു റിലേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. നോക്കിയേ, പറയാൻ പറ്റുമോ? കാരണം ഞാൻ പറഞ്ഞ റിലേഷൻ എന്തായിരുന്നു? ഇങ്ങനെ മാത്രമേ കണക്ഷൻ പാടുള്ളൂ. ഒരിക്കലും ഇങ്ങനെ താഴോട്ട് കണക്ഷൻ വരാൻ പാടില്ല. അന്നേരം 3ഉം 4ഉം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഏത് രീതിയിൽ നോക്കിയാലും 3ഉം 4ഉം തമ്മിൽ കണക്ഷൻ ഇല്ല. കാരണം മുകളിലോട്ട് പോയിട്ട് താഴോട്ടാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. സോ അന്നേരം 3 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? 3 5ഉമായിട്ട് റിലേറ്റഡ് ആണ്, പക്ഷേ എന്തുമായിട്ട് റിലേറ്റഡ് അല്ല? 4ഉമായിട്ട് റിലേറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല? 3 കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 4ഉം 5ഉം. സോ 4 and 5 ഈസ് കണക്റ്റഡ്. ഇത് കണ്ടോ, ഇതിങ്ങനെ കണക്റ്റഡ് ആണ്. സോ ഇതിൽ ലോവർ ബൗണ്ടിൽ ഇരിക്കുന്ന ആരാണ്? 4 ആണ്. സോ ലോവർ ബൗണ്ട് ഓഫ് ദിസ് ബി ഈസ് വാട്ട്? 1, 2 and 4. സോ അതാണ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം? അപ്പർ ബൗണ്ട് ഓഫ് ബി. അപ്പർ ബൗണ്ട് ഓഫ് ബി എന്ന് പറയുമ്പം ഏതൊക്കെ വരും നോക്കാം. 5ൻ്റെയും 4ൻ്റെയും അപ്പർ ബൗണ്ട്. 5ലും 4ൻ്റെയും മുകളിലോട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? മുകളിലോട്ട് ആരുമില്ല. അപ്പോൾ 4 and 5ൽ അപ്പർ ബൗണ്ട്. 4ഉം 5ഉം തമ്മിൽ കണക്റ്റഡ് ആണ്. സോ അതിൽ അപ്പർ ബൗണ്ടായിട്ട് വരുന്ന ആരാണ്? മുകളിൽ വരുന്ന ആരാണ്? 5 ആണ്. സോ അപ്പർ ബൗണ്ട് ഓഫ് ബി ഈസ് 5. സോ ഇതാണ് ഈ ഒരു കേസിലെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിയേ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 2 ഇതെന്ന് പറയുമ്പം എന്തൊക്കെയാണ്? 3ഉം 4ഉം.
സോ ഇതിൻ്റെ 3ൻ്റെയും 4ൻ്റെയും ലോവർ ബൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 3ൻ്റെയും 4ൻ്റെ ലോവർ ബൗണ്ടിൽ ആര് വരും? 2 and 1 വരും അല്ലേ? താഴോട്ട് വരുന്ന 2 and 1 ആണ്. നോക്കിയാൽ 3യും 4ലും ഈ 2 and 1 കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ഒന്ന് നോക്കി 2 നോക്കിയേ. 2ൽ നിന്ന് 4ലോട്ടൊരു കണക്ഷൻ ഉണ്ട്. അതേപോലെ 2ൽ നിന്ന് എങ്ങോട്ടും ഉണ്ടൊരു കണക്ഷൻ 3ലോട്ടും ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് 2 ഇൻക്ലൂഡഡ് ആണ്. കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആര് കണക്റ്റഡ് ആണ്? 4ഉം 3യും കണക്റ്റഡ് ആണ്. സോ അന്നേരം നമുക്ക് ലോവർ ബൗണ്ടിൽ ആര് വരും? 2 വരും. നെക്സ്റ്റ് 1 നോക്കിയേ. ഓക്കെ, 1 നോക്കുമ്പം 1 3ലോട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇനി 1 4ലോട്ട് കണക്റ്റഡ് ആണോ നോക്കിയേ. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് മായിച്ചിട്ട് പറയാം. ഓക്കെ, 1 3ലോട്ട് കണക്റ്റഡ് ആണ്. 1 4ലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇതേ ഇങ്ങനെ വരണം. ഇവിടെ എന്ത് ചെയ്യണം? താഴോട്ടൊരു സിമ്പിൾ വരണം. ഇനി അതല്ല 1 വേറെ രീതി കണക്ട് ചെയ്യാൻ നോക്കിയാൽ ഇങ്ങനെ, അപ്പോഴും എന്ത് ചെയ്യും? താഴോട്ടൊരു റിലേഷൻ വരും. സോ 1 to 4 ഒരു കണക്ഷനേ ഇല്ല. അപ്പോൾ എന്താണ് 1 to 4ൽ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല? 1നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്തിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂ? 2നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആരെയാണ്? 3നെയും 4നെയും. 3യും 4ഉം തമ്മിൽ കണക്റ്റഡ് ആണോ നോക്കിയേ. ഇവിടെ തമ്മിലൊരു കണക്ഷൻ ഇല്ല. അല്ലാതെ കണക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ താഴോട്ടാണ് വരുന്നത്. സോ അന്നേരം 3യും 4ഉം തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല? അത് തമ്മിലുള്ള ഒരു ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ് വരുന്നത്? 2 മാത്രമാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് ബി നോക്കാം. അപ്പർ ബൗണ്ട് ഏത് വരും? 3ൻ്റെയും 4ൻ്റെ അപ്പർ ബൗണ്ടിൽ 6 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. സോ ഇതെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് 5 നോക്കാം. 3 to 5 ഓക്കെ ഉണ്ട്. ഇനി 4 to 5 ഉണ്ടോ? ഇല്ല. താഴോട്ട് വരണം. മുകളിൽ നിന്ന് താഴോട്ട് വന്നാലേ 4 to 5 ഉള്ളൂ. അല്ല, ഇങ്ങനെ വന്നാലും കണ്ടോ താഴോട്ട് വരണം. അപ്പോൾ എന്താണ് 4 to 5ൽ ഒരു കണക്ഷൻ ഇല്ല. അപ്പം നമുക്ക് ആ 5നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി നെക്സ്റ്റ് 6 നോക്കിയേ. 4 to 6 ഒരു കണക്ഷനുണ്ട്. 3 to 6ഉം ഒരു കണക്ഷനുണ്ട്. അപ്പം നമുക്ക് 6നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം 4ൽ നിന്ന് 6ലോട്ടും 3യിൽ നിന്നും 6ലോട്ടൊരു കണക്ഷനുണ്ട്. സോ നമുക്ക് എന്തിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? 6നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 6നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് എന്ത് നോക്കാൻ പറ്റും? നമുക്ക് 7 നോക്കാം. 3 to 7 ഒരു കണക്ഷനുണ്ട്. 4 to 7 ഉണ്ടോ? ഇല്ല. കാരണം എന്താ? 4 to 7 കണക്ട് ചെയ്യണമെങ്കിൽ 6ൽ നിന്ന് താഴോട്ട് വരണം. താഴോട്ട് വരുന്ന കണക്ഷൻസ് പോസിബിൾ അല്ല. അപ്പം 7 പറ്റില്ല. അപ്പം 5 പറ്റില്ല, 7 പറ്റില്ല, 6 മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ 3 to 4ൽ 3യും 4ൻ്റെയും കാര്യം നോക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർ തമ്മിലൊരു കണക്ഷനും ഇല്ല. അപ്പം 3യും 4ഉം തമ്മിൽ നോക്കേണ്ട കാര്യമില്ല. അപ്പം എന്താണ് ഇവിടെ വരുന്ന അപ്പർ ബൗണ്ടിൽ ആര് മാത്രം വരും? 6 മാത്രം വരും. ഇതാണ് ലോവർ ബൗണ്ട് ആൻഡ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ലോവർ ബൗണ്ട് ആൻഡ് അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് GLB ആൻഡ് LUB പഠിക്കാനുള്ള ലീസ്റ്റ് അപ്പർ ബൗണ്ടും അതേപോലെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും. അതായത് അപ്പർ ബൗണ്ടിൻ്റെ ലീസ്റ്റ്, ലോവർ ബൗണ്ടിൻ്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ലീസ്റ്റ് അപ്പർ ബൗണ്ടിന് വേറൊരു പേരാണ് ജോയിൻ, അതേപോലെ എന്താണ് സുപ്രീമം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ജോയിൻ ആൻഡ് സുപ്രീമം. അപ്പം ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിമ്പിൾ വെച്ചിട്ടായിരിക്കും. അപ്പം ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട്സ് എവിടെ വരും? ഏകദേശം ഈ മോള് വരുന്നതിനല്ലേ അപ്പർ ബൗണ്ട്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ലീസ്റ്റ് വാല്യൂ അതാണ്. ഇതാണ് ജസ്റ്റ് റെപ്രസെൻറ്റേഷനേ ഉള്ളൂ ഒരു അപ്പർ ബൗണ്ടിൻ്റെ ലീസ്റ്റ് വാല്യൂ. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അന്നേരം ഈ ഞാൻ ഓൾറെഡി പറഞ്ഞത് മിനിമം ഓഫ് അപ്പർ ബൗണ്ട് ഈസ് നോൺ ആസ്, അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ടിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മിനിമം ഓഫ് അപ്പർ ബൗണ്ട്, ആ ഒരു അപ്പർ ബൗണ്ടിലെ മിനിമം വാല്യൂ. ഇനി ഇതുപോലെ ഇതുണ്ട്, എന്താണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് അതായത് എന്താണ് ഞാൻ പറഞ്ഞത്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിൻ്റെ വേറൊരു നെയിം എന്ന് പറയുമ്പം അതെന്ന് പറയുമ്പം മീറ്റ് ആൻഡ് ഇൻഫിമം. ജോയിൻ പറഞ്ഞതുപോലെ ഇതെന്താണ്? മീറ്റ്, വേറൊരു നെയിം എന്താണ്? ഇൻഫിമം. സോ ഇതിൻ്റെ അർത്ഥം എന്താ? ലോവർ ബൗണ്ടിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച്. നേരത്തെ ഇങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്, ഇനി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇവിടെ വരും.
സോ അന്നേരം ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും അതേപോലെ തന്നെ എന്താണ് ലീസ്റ്റ് അപ്പർ ബൗണ്ടും. സോ അതിനെ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ലെറ്റർ വെച്ചിട്ടാണ്. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുമ്പം GLB എന്നും ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പം LUB എന്നും. സോ ഇങ്ങനെയാണ് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എപ്പോഴും ലാറ്റിസിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാം. ഇതൊരു എന്താണ് പാർഷ്യൽ പോസിറ്റീവ്, അതായത് ഹസി ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. സോ ഇവിടെ നോക്കിക്കേ 1 2 3 4 ഇതാണ് ഇത് സംഭവം. അന്നേരം ഇതിൽ നമുക്ക് കാണാം ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. B = 1 2. ഈ 1 2ൻ്റെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ലോവർ ബൗണ്ട് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 1 2ൻ്റെ താഴെ ഏതെങ്കിലും ലോവർ ബൗണ്ടായിട്ട് വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. ഇതിൻ്റെ താഴെ ആരും ഇല്ല. ഇനി നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? ഈ 1ഉം 2ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. 1ഉം 2ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാം. 2 1ഉമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ പോകണം? ഇങ്ങനെ പോകണം. അതേപോലെ 1 2ഉമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ പോകണം? ഇങ്ങനെ പോകണം. എങ്ങനെയായാലും എന്താ താഴോട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. കണ്ടോ, രണ്ടിൻ്റെ കേസിൽ താഴോട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇവർ തമ്മിലൊരു കണക്ഷൻ പോസിബിൾ ആണോ? അല്ല. 1ഉം 2ഉം തമ്മിൽ കണക്ഷൻ പോസിബിൾ അല്ല. കാരണം 1ൽ നിന്ന് 2ലോട്ട് കണക്ട് ചെയ്യണമെങ്കിലും 2ൽ നിന്ന് 1ലോട്ട് കണക്ട് ചെയ്യണമെങ്കിലും മുകളിലോട്ട് മാത്രമായിട്ടില്ല, താഴോട്ട് വരണം. അതുകൊണ്ട് അത് തമ്മിലൊരു റിലേഷൻ പോസിബിൾ അല്ല. അപ്പം നമുക്ക് 1ഉം 2നെയും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 1നും 2നും ലോവർ ബൗണ്ട് താഴെയായിട്ട് ആരുമില്ല. അപ്പോൾ എന്താണ് കണ്ടീഷൻ? ഇവിടെ ആരെങ്കിലും വരുമോ? ആരും വരത്തില്ല. അപ്പോൾ ലോവർ ബൗണ്ട് ഓഫ് B, ഈ ഒരു സെറ്റിൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 5 ആണ്. സോ അന്നേരം ഇവിടെ ഇനി ഇപ്പം ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാനുണ്ടോ? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് B എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ? ഇല്ല. അതും എന്താണ്? 5 ആണ്. സോ അന്നേരം ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ഇല്ല, ലോവർ ബൗണ്ടും കണ്ടുപിടിക്കാനില്ല. ഇങ്ങനൊരു കേസും വരുമെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ഇപ്പോൾ അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാം. അപ്പർ ബൗണ്ട് നോക്കുമ്പം എന്തൊക്കെ അപ്പർ ബൗണ്ട് ഓഫ് B നോക്കുമ്പം എന്ത് വരും നോക്കാം. ഓക്കെ, 1ഉം 2ഉം കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? എഗെയിൻ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, അവർ തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പർ ബൗണ്ട് ആരൊക്കെ വരുന്നുണ്ട്? 3ഉം 4ഉം വരുന്നുണ്ട്. 1ൽ നിന്ന് 3ലോട്ട് കണക്ഷനുണ്ട്, 1ൽ നിന്ന് 4ലോട്ടും കണക്ഷനുണ്ട്. അതേപോലെ എന്താണ്, 2ൽ നിന്ന് 3ലോട്ട് കണക്ഷനുണ്ട്, 2ൽ നിന്ന് 4ലോട്ടും കണക്ഷനുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതെല്ലാം തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വന്നേക്കുന്നത്? ഡയറക്റ്റ് കണക്ഷൻ, അതായത് നേരെ മുകളിലോട്ടാണ് കണക്ഷൻ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആരെ രണ്ടുപേരും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? 3നെ 4നെ നമുക്ക് അപ്പർ ബൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇങ്ങനെ മുകളിലോട്ട് കണക്ഷൻ വന്നേക്കുന്നത് കൊണ്ടാണ് അത് രണ്ടും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 3നെ 4നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അപ്പർ ബൗണ്ടിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ടിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും ചെറിയ വാല്യൂ എന്താ കണ്ടുപിടിക്കേണ്ടത്? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് B. ഓക്കെ, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് B എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഏതാണ്? 3ലും 4ലും ചെറിയ അപ്പർ ബൗണ്ട് ഏതാ? 3 അല്ലേ? സോ ആൻസർ ഈസ് 3. അപ്പം ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഏതാണ്? 3 ആണ്. 3ലും 4ലും ചെറുത് വരുന്നത് അതാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ 3 ആണ്. ഇപ്പം നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഇതാണ്. നോക്കി, ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? സിയും ഡിയും ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സിൻ്റെയും ഡിൻ്റെ ലോവർ ബൗണ്ട് എന്ന് പറയുമ്പോൾ ആര് വരും? ഈ B ആൻഡ് A വരും. അതേപോലെ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കണം. സിയും ഡിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. C to D ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് സിനെയും ഡിനെയും കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലോവർ ബൗണ്ട് ഓഫ് Bയിൽ ആദ്യം നമുക്ക് A നോക്കാം. എയുമായിട്ട് എന്ത് വരുന്നോ നോക്കാം, കണക്ഷൻ വരുന്നോ നോക്കാം. A to C ഒരു കണക്ഷനുണ്ട്. A to Dയിലോട്ടും ഒരു കണക്ഷനുണ്ട്. സിയിലോട്ടും ഡിയിലോട്ടും കണക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? A അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ലോവർ ബൗണ്ടാണ്. ഇനി B നോക്കാം. B എന്ന് പറയുമ്പം B to D ഉണ്ട്. പക്ഷേ B to C ഒരു കണക്ഷൻ ഉണ്ടോ? അതായത് ഡിയിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്താലും താഴോട്ട് വരും, എയിൽ നിന്ന് കണക്ട് ചെയ്താലും താഴോട്ട് വരും. അതായത് നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് മാത്രം പോയി ബിയിൽ നിന്ന് സിയിലേക്കൊരു കണക്ഷനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല? ബീനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? B to C ഒരു കണക്ഷനേ ഇല്ല. അപ്പം നമുക്ക് ബീനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ആരെ നോക്കണം? സിനെയും ഡിനെയും നോക്കണം. സിയിലും ഡിയിലും ലോവർ ബൗണ്ട് ആരാണ്? താഴെയുള്ളത് ആരാണ്? സി ആണ്. സോ A ആൻഡ് C, ഈ രണ്ട് എലമെൻറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോൾ എന്താ കണ്ടുപിടിക്കുന്നത്? ലോവർ ബൗണ്ട് ആകുമ്പോൾ എന്ത് കണ്ടുപിടിക്കണം?
ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് GLB കണ്ടുപിടിക്കണം. ഈ ലോവർ ബൗണ്ടിൽ ഗ്രേറ്റസ്റ്റ് ആരാ? എ ആണോ സി ആണോ? ഈ രണ്ടെണ്ണത്തിൽ ഗ്രേറ്റസ്റ്റാണ് നോക്കേണ്ടത്. എ ആണോ സി ആണോ? ഏതാ മുകളിൽ നിൽക്കുന്നത്? സി അല്ലേ മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്താണ്? എയിലെ സിയിലെ മുകളിൽ നിൽക്കുന്ന സി ആണ്. നമ്മൾ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് സി. സോ ഇതാണ് GLB എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമ്മൾ അപ്പർ ബൗണ്ട് ഓഫ് ബി എന്ന് പറയുമ്പോൾ CD ആണ്. അപ്പോൾ CD-യുടെ അപ്പർ ബൗണ്ടിൽ ആര് വരും? എഫും ഇയും വരും. അന്നേരം ഏതൊക്കെ വരുമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇ നോക്കാം. C to E ഒരു കണക്ഷനുണ്ട്. D to E കണക്ഷനുണ്ടോ? ഇല്ല, താഴോട്ടാണ് വരുന്നത്. അപ്പം D to Eയിൽ അല്ലാതെ ഇപ്പം നോക്കിയാലും ഡിന്ന് സിയിലോട്ട് വന്നാലും താഴോട്ടാണ് വരുന്നത്. D to C, C to E അങ്ങനെ കണക്ഷൻ വരുന്നത്. അപ്പം ഡിന്ന് ഇയിലോട്ടൊരു കണക്ഷനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്ത് ഇൻക്ലൂഡഡ് ആവത്തില്ല? ഇ അവിടെ വരത്തില്ല. ഇനി നെക്സ്റ്റ് ആരെ നോക്കാം? എഫിനെ നോക്കാം. D to F ഒരു കണക്ഷനുണ്ട്. അതേപോലെ C to Fഉം കണക്ഷനുണ്ട്. സിയിൽ നിന്ന് എഫിലോട്ട് എങ്ങനെ കണക്ട് ചെയ്താലും മുകളിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? എഫിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം നമുക്ക് എഫിനെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിയിലും ഡിയിലും ആരാണ് ഗ്രേറ്റർ വരുന്നത്? അപ്പർ ബൗണ്ട് വരുന്നത്. നമുക്ക് സിയും ഡിയും തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ സിയിലും ഡിയിലും നമുക്ക് ആരെ എടുക്കാൻ പറ്റും? ഡി അല്ലേ അപ്പർ ബൗണ്ട് വരുന്നത്. അപ്പം ഡിനെ നമുക്ക് എടുക്കാം. ഇതെന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നത്? സിയും ഡിയും തമ്മിൽ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഇനി അപ്പർ ബൗണ്ട് ആകുമ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? LUB, ലോവസ്റ്റ് അപ്പർ ബൗണ്ട് ഓഫ് ബി. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അപ്പർ ബൗണ്ട് എന്തൊക്കെയാണ് കിട്ടിയേക്കുന്നത്? എഫും ഡിയും. എഫിലും ഡിയിലും ലോവസ്റ്റ് ആരാ? എഫ് ആണോ ഡി ആണോ താഴെ കിടക്കുന്നത്? ഡി ആണ്. സോ ലോവസ്റ്റ് ഈസ് ഡി. സോ ഇങ്ങനെയാണ് ലോവർ ബൗണ്ടും LUBയും GLBയും കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആദ്യം അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കുക. അപ്പർ ബൗണ്ടിനകത്ത് ലീസ്റ്റ് വാല്യൂ വരുന്നതിനെയാണ് LUB എന്ന് പറയുന്നത്. ലോവർ ബൗണ്ട് കണ്ടുപിടിക്കുമ്പം അതിനകത്ത് വരുന്ന ഗ്രേറ്റസ്റ്റ് വാല്യൂവിനെയാണ് GLB എന്ന് പറയുന്നത്. ഇത് ലാറ്റിസിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത്രയാണ്, ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ലാറ്റിസ് പഠിക്കാം. അന്നേരം ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സാധാരണ ചോദിക്കാറില്ല. ചിലപ്പോൾ 1 or 2 മാർക്സിന് ചോദിച്ചാലേ ഉള്ളൂ. നമ്മൾ ലാറ്റിസ് പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്.